ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വയറിന് എന്തെങ്കിലും വേദനയോ ദഹന പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നൊരു ഹോം റെമഡി ആയിട്ടാണ്. അത് കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, കൂവപ്പൊടി. പണ്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിലാണ് കേട്ടത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു പാക്കറ്റ് ഉണ്ട്, 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, 110 രൂപയാണ്. ഇത് ലൂസായിട്ടായാലും വാങ്ങാനായിട്ട് കിട്ടും, കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പണ്ടൊക്കെ ഈ കൂവയുടെ ചെടി പറമ്പിലൊക്കെ ഇങ്ങനെ നട്ട് അത് ഇടിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കുമായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. കുറേ തവണ വെള്ളത്തിലൊക്കെ ഇട്ടരിച്ചിട്ട് വേണം ഈ പൊടി കിട്ടാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു 2 സ്പൂണൊക്കെ മതിയാവും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ. വലിയവർക്കാണെങ്കിൽ ഒരു 2-3 സ്പൂൺ എടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ഈ സ്പൂണിൽ 2 സ്പൂണേ എടുക്കുന്നുള്ളൂ. ഇത് കുറുക്കി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ദേ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ കോൺഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദേ പാല് പോലെ ഇരിക്കുന്നുണ്ട്. ഇതിൽ കട്ട കെട്ടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 1/2 ഗ്ലാസും ഒരു ഇത്തിരി കൂടി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് മധുരമോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ണിക്കായതുകൊണ്ട് ഇവിടെ മധുരത്തിനായിട്ട് കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പനങ്കൽക്കണ്ടാണ് കേട്ടോ. അപ്പോൾ പനങ്കൽക്കട്ട് ഒരു 3-4 പീസ് കഴുകിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇതിനി ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ വെച്ചപ്പോഴത്തേനും അടിഭാഗത്തായിട്ട് ഇങ്ങനെ ആ പൊടി ഊറി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ല ഇളക്കേണ്ടത്, അപ്പം തന്നെ ഇളക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഊറി നിന്ന ഭാഗം പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഞാൻ ചെറുതീയിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. കൽക്കണ്ടം ഒന്ന് പൊടിച്ചിടുന്നതായിരുന്നു നല്ലത്, അതാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പൊക്കോളും. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ മധുരത്തിന് പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പ് മതി എന്നുണ്ടെങ്കിൽ അതായാലും ചേർക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ടത്, പെട്ടെന്ന് തന്നെ റെഡിയാവും. ദേ വെന്ത് വരുന്നുണ്ട്, അതിങ്ങനെ കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ കട്ട അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഉണ്ണികൾക്കൊക്കെ വയറിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. നമ്മൾ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദഹിക്കാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണ്, ലൂസ് മോഷൻ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് 1-2 ദിവസം 2 നേരമൊക്കെ ആയിട്ട് നമുക്കിത് കൊടുത്താൽ നല്ലതാണ്. ഇത് തണുപ്പ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വയറിന് എന്തെങ്കിലും ഇപ്പോൾ ചൂട് കാലത്തൊക്കെ ആയാലും വയറിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നല്ലതാണ് കൊടുത്താൽ. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും മാറാനായിട്ട് നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, ഇത് പെട്ടെന്ന് തന്നെ ആയിട്ടോ. കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്, മോന് കൊടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ അവൻ കുടിച്ചോളും ലൂസായിട്ടാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയായിട്ട് കുറച്ചുകൂടി കട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ കുറുക്ക് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കൂവപ്പൊടിയുടെ. ഇത് ഒരിളം ചൂടോടുകൂടി കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.